ഇവനെ പറ്റി നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞ ഭയങ്കര തൊലിക്കെട്ടിയുള്ളവനാണ് ഇവൻ. ഈ പാവം പോലെ ചമ്മുന്ന പോലെ ഇവൻ എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അഭിനയമാണ്. ഞാൻ സിനിമയോടുള്ള ആത്മാർത്ഥതയാണ് ഇവൻ എന്റെ തമാശകളികളെ ഇപ്പൊ ഇവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ അടി പൊട്ടും എന്നുള്ള രീതിയിലാണ് നിൽക്കണം. വരട്ടെ, അവനായിട്ട് രണ്ട് കുത്തു വെച്ച് കൊടുത്തത് എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ചിങ്ങനെ നിൽക്കുമ്പോ ഇവൻ എന്താ ചെയ്യണമെന്ന് വെച്ചാ ഇവൻ വണ്ടി ഇടിച്ച് എന്നെ കൊല്ലാനാണ് നോക്കുന്നത്. അല്ല നമ്മളിത് അയ്യോ എനിക്കറിയാം ഇവൻ പറയുന്നതാണ്. ഇവൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇടിക്കും. തീ മിന്നൽ തിളങ്ങി കാറ്റും കോളും തുടങ്ങി നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി കൺമുന്നിൽ പറന്നേ കാക്കിയും കാക്ക കൂരുന്നായി കൂട്ടമോടെ കേട്ട് നിന്ന് ഡിഷും ഡിഷും. With me today on Columbus Fans, Savina Owens and Jason Joseph. Welcome to my show. ഹലോ ഗദ്ദാഫി. ഹായ്. ഹായ്. ഈ ഒരു കോംബോ തിയേറ്ററിൽ വരുമ്പോഴും നമ്മൾ ഇന്റർവ്യൂവിൽ നിങ്ങളെ കാണുന്ന സമയത്തും ഭയങ്കര കെമിസ്ട്രിയാണ്. എന്താണ് ഈ കെമിസ്ട്രിക്ക് പിന്നിലുള്ള കാര്യം സീക്രട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നു? ഞങ്ങള് രണ്ട് വളരെ വ്യത്യസ്തരായിട്ടുള്ള ആൾക്കാരാണ്. അതേസമയം ഞങ്ങൾക്ക് കുറെ കോമൺ സ്വഭാവങ്ങളും കുറെ കോമൺ ചിന്തകളും ഒക്കെ ഉണ്ട്. അപ്പൊ അതാണ് ഞങ്ങളുടെ വ്യത്യസ്തതകളെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ബഹുമാനിക്കുന്നു എന്നുള്ളതും ഈ ഞങ്ങളിൽ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ഞങ്ങൾ ഒരുമിച്ച് എൻജോയ് ചെയ്യുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ എന്താ പറയാ ഈ പറഞ്ഞ സൗഹൃദം. ഞങ്ങള് എന്തും ഇതുപോലെ തന്നെ ആയിരിക്കട്ടെ. അടിപൊളി. ഇതുപോലെ തന്നെ ആവട്ടെ. നമ്മളെന്തായാലും സിനിമയിൽ കാണുമ്പോഴും നിങ്ങൾ ഇന്റർവ്യൂവിൽ കാണുമ്പോഴും ഒരുപാട് ചിരിക്കാനുള്ളതുണ്ടാവും, ഒരുപാട് തമാശയുള്ള സാധനങ്ങളുണ്ടായിരിക്കും. എങ്ങനെയാണ് ബേസിൽ ജോസഫ് ആസ് എ ഡയറക്ടർ നമ്മളിപ്പോ ഈ കാണുന്ന പോലെ ഇന്റർവ്യൂവിൽ കാണുന്ന പോലെ അല്ലെങ്കിൽ നമ്മള് സ്ക്രീനിൽ കാണുന്ന പോലെ ഫുൾ ചിരിയാണോ അല്ലെങ്കിൽ നൈസായിട്ട് ഡയറക്ടറിൻ്റെതായിട്ടുള്ള ചീത്ത വിളിയുണ്ടോ തെറിവിളിയുണ്ടോ എങ്ങനെയാണ്? അവനങ്ങനെ തെറിവിളിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അവൻ ഇപ്പൊ നമ്മള് സൗഹൃദം വെച്ചിട്ട് നമുക്ക് സിനിമയിൽ പോയിട്ട് ഉഴപ്പാനൊന്നും പറ്റില്ല. ഇപ്പൊ ബേസിൽ സംവിധായകനാണ്. ബേസില് സംവിധായകൻ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ അത് ആ സിനിമയ്ക്ക് ആവശ്യമുള്ളതാണെങ്കിൽ അത് ഞാൻ ചെയ്യേണ്ടതാണ്. അപ്പൊ അത് ഞാൻ ചെയ്യുന്നതിൽ തൃപ്തി കുറവുണ്ടെങ്കിൽ ആ തൃപ്തി കുറവ് രേഖപ്പെടുത്താനുള്ള അവകാശം തീർച്ചയായിട്ടും സംവിധായകനുണ്ട്. അതിനനുസരിച്ച് അത് ഞാൻ മനസ്സിലാക്കുന്നു. അത് ഞാനത് ഇമ്പ്രൂവ് ചെയ്യണം, അല്ലെങ്കിൽ ഞാൻ ആ സീൻ അവൻ ആഗ്രഹിക്കുന്ന പോലെ എനിക്കും കൂടെ കൺവിൻസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ഞങ്ങൾ ഒരുമിച്ച് ഡിസ്കസ് ചെയ്ത് തീരുമാനിച്ച് ചെയ്യുന്നു. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ അത് ഞങ്ങൾക്ക് ആ പ്രോസസ്സ് കുറച്ചുകൂടെ എളുപ്പമാണ്. ബേസില് ലൊക്കേഷനിൽ സീരിയസ് ആണെന്ന് ഞാൻ പറയില്ല. പക്ഷെ അവൻ ചെയ്യുന്ന ജോലിയിൽ അവൻ ഭയങ്കര സീരിയസ് ആണ്. പക്ഷെ ബേസിൽ തന്നെയാണ് എപ്പോഴും ഫണ്ണാണ്. ഞാൻ എന്റെ പടത്തിൽ ആദ്യമായിട്ട് അഭിനയിക്കാൻ പോകുന്ന സമയത്ത് സ്റ്റാർ ഒന്നല്ല കേട്ടോ. 2016 നമ്മളത് ഷൂട്ട് ചെയ്യുന്നത്. ഓക്കെ. ഓ എങ്ങനെയുണ്ട് ടൊവിനോ? എങ്ങനെയുണ്ട് സെറ്റിൽ? എങ്ങനെയാണ് ഈ കാണുന്ന പോലെയൊക്കെ തന്നെയാണോ? ഈ കാണുന്നേക്കാളും കൂടുതലാണ്. അതാണ് ഫുൾ ടൈം. അത് നമ്മളിവിടെ പണിയെടുത്ത് ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുമ്പോ ഇവനവിടെ കളിച്ചും ചിരിച്ചു. പക്ഷെ ഫ്രെയിമിന്റെ അകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ ആക്ടറാണ്, പിന്നെ ഭയങ്കര പരിപാടിയൊക്കെയാണ്. അല്ലാത്ത സമയത്ത് അവിടെ എവിടെയും കടന്ന് ഉരുണ്ട് മറിഞ്ഞ് അവിടെ കിടന്ന് ഉരുണ്ട് നമുക്ക് ചെളിയാക്കി കരിയൊക്കെ ആക്കി അങ്ങനെയൊക്കെ സിനിമയ്ക്ക് വേണ്ടിട്ട് അതായത് സിനിമ ഷൂട്ടിന്റെ സമയത്ത് ഇടയ്ക്ക് രണ്ടാമത്തെ ദിവസമൊക്കെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ഹീറോ കോസ്റ്റ്യൂമിന് ഓൾറെഡി ചെളിയൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫ്രഷ് കോസ്റ്റ്യൂം ആയിരിക്കും കിട്ടുന്നത്. അത് ചെളിയാക്കാനായിട്ട് കോസ്റ്റ്യൂം ഡിസൈനർ ഒക്കെ വന്നിട്ട് ഒരു ഇച്ചിരി ചെളിയുടെ സൈഡിൽ ഇങ്ങനെ തേച്ച് ഇതൊരു വലിയ പ്രോസസ്സാ. അപ്പൊ ഞാൻ പറയാം അതൊന്നും വേണ്ട, ഞാൻ തറയിൽ കിടന്ന് ഉരുണ്ടാ പോരെ, എളുപ്പമായില്ലേ പരിപാടി. അങ്ങനെ ഞാൻ തറയിൽ കിടന്ന് ഉരുണ്ടിട്ടാണ് കണ്ടിന്യൂറ്റി പിടിച്ചോണ്ടിരുന്നത്. അതിനെയൊക്കെയാണ് ഇവൻ പറയുന്നത്. ഞാൻ സിനിമയോടുള്ള ആത്മാർത്ഥതയാണ് ഇവൻ എന്റെ തമാശകളികളെ ഇപ്പൊ ഇവൻ തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. അല്ല, ലൊക്കേഷനിൽ വന്നിട്ട് ഈ പറയണ പോലെ ഫുൾ ടൈം ഫുൾ ഓൺ. അതായത് ആള് ജിമ്മിലൊക്കെ പോകുന്ന കാരണം നമുക്ക് ഞാൻ കുറച്ച് ദിവസം ജിമ്മിലൊക്കെ പോയായിരുന്നു. അപ്പൊ ജിമ്മിൽ പോകുമ്പോ നമുക്കറിയാലോ മറ്റേ ഗദ്ദാഫി നല്ല ജിമ്മാന്ന് എനിക്കറിയാം. ആ ബൈസെപ്സ് കണ്ടാ അറിയാം. അപ്പൊ ജിമ്മിൽ പോകുമ്പോൾ നമുക്കറിയാം രാവിലെയൊക്കെ വർക്കൗട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാണല്ലോ പിന്നെ ഭയങ്കര എനർജി ആയിരിക്കും. ഇത് എവിടെയെങ്കിലും കൊണ്ട് തീർക്കണം, ഒരു 10 പുഷപ്പ് എടുത്താലോ, എന്നാ പിന്നെ അവിടെ പിന്നെ വലിഞ്ഞു കയറിയാലോ, എന്നാ ഈ മൂഡിലാണ് ആള് വരുന്നത് ലൊക്കേഷനിലേക്ക്. മൊത്തത്തിൽ ആ എനർജിയിലാണ്. കൂടെ ട്രെയിനറും ഉണ്ടാവും, മാനേജർ ഹരിയും ഉണ്ടാവും. അപ്പൊ ഇവരെല്ലാരും കൂടെ ഒരു വരവാണ് വന്നിട്ട്. അപ്പോ പിന്നെ ആ എനർജി റിലീസ് ചെയ്യലാണ്. അപ്പൊ അവിടെ ഇങ്ങനെ ഫുൾ ഓൺ നമുക്ക് ഒരു തരത്തിലും ബോറടിക്കില്ല ലൊക്കേഷനിൽ. ഇവൻ അവിടെ ഉണ്ടെങ്കിൽ പിന്നെ അവിടെ
ഫുൾ എന്റർടൈൻമെന്റ് ആണ്. അപ്പൊ അത് നമ്മളെ ഭയങ്കര ഒരു പോസിറ്റിവിറ്റിയാണ് ലൊക്കേഷനിൽ. നമുക്ക് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മളുടെ തമ്മിലുള്ള ഒരു സൗഹൃദവും അതിനൊക്കെ ഭയങ്കരമായിട്ട് ഗുണം ചെയ്യുന്നുണ്ട്. അവന് അങ്ങനെ ലൂസായിട്ട് അവന്റേതായ രീതിയിൽ അത്. പക്ഷെ ഇപ്പൊ എല്ലാ സിനിമയിലും അങ്ങനെയാണ്. ഇപ്പൊ ഞങ്ങൾ അടുത്ത് വേറൊരു സിനിമയിൽ അഭിനയിച്ചായിരുന്നു. അതിന്റെ അകത്ത് ഞങ്ങൾ ആക്ടേഴ്സ് ആയിരുന്നു. അതിന്റെ അകത്ത് ഇതുപോലെയൊക്കെ തന്നെയാണ്. ഫുൾ ടൈം ആ ഒരു ഫൺ എനർജി എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ലൊക്കേഷനിൽ ഭയങ്കര പോസിറ്റീവാണ്. നമ്മൾ എത്ര നെഗറ്റീവായിട്ട് അങ്ങനെ ഇങ്ങനെ ഇരുന്നാലും ഈ പറയണ പോലെ ആള് വന്നിട്ട് മൊത്തത്തിൽ ഒരു പോസിറ്റിവിറ്റിയാണ് വരുത്തുന്നത്. ഒരു പ്രാവശ്യം നമ്മൾ ഷൂട്ടിന്റെ ലൊക്കേഷനിൽ സമയത്ത് വരാതെ എന്ന് പറഞ്ഞ സമയത്ത് എന്ന് പറയണ പോലെ ഒരു 2 ദിവസം ഇച്ചിരി വൈകിപ്പോയി. വേറൊരു സിനിമയുടെ കമ്മിറ്റ്മെന്റ്, അത് തീരാനില്ല, ഇത് തുടങ്ങിപ്പോയി, അങ്ങനെയൊക്കെ ആയിട്ടുള്ള കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു ആ സിനിമ. അപ്പൊ അത് വൈകി വരുമ്പോ ഇപ്പൊ ഇവിടെ അടി പൊട്ടും എന്നുള്ള രീതിയിലാണ് നിൽക്കണം. വരട്ടെ, അവനായിട്ട് കൊടുക്കണം എനിക്കെന്നും പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ നിൽക്കുകയാണ്. എന്താണ് ഇവന്റെ അടുത്ത് പറയാ, ഞാൻ പോയി ഇടിച്ചാൽ രണ്ട് കുത്തു വെച്ച് കൊടുത്തല്ലേ, എന്താണ് ചെയ്യേണ്ടതെന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ നിൽക്കുമ്പോ ഇവരെന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഇവൻ വണ്ടി ഇടിച്ച് എന്നെ കൊല്ലാനാണ് നോക്കുന്നത്. അവന്റെ നെറ്റത്തോട്ട് കയറ്റണോ എന്നും പറഞ്ഞിട്ടാണ് ഡ്രൈവർ. അത് ഭയങ്കര ഐസ് ബ്രേക്കിംഗ് ആയിരുന്നു. എന്റെ വേർഷൻ ഞാൻ പറഞ്ഞുതരാം. അതായത് ഞങ്ങള് ഡേറ്റിന്റെ പ്രശ്നം എന്നൊക്കെ പറഞ്ഞ സിനിമയിൽ അത് സ്ഥിരമായിട്ട് ഉണ്ടാവുന്നതാണ്. നമുക്ക് കാര്യം വെച്ചാൽ ഈ കൊറോണയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന സമയത്ത് നമുക്ക് ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ് പലപ്പോഴും. നമുക്ക് ഈ ഡേറ്റുകളുടെ കാര്യത്തിൽ നമുക്ക് മലയാള സിനിമ എന്നല്ല എല്ലാ സിനിമയിലും അതൊക്കെ ഉണ്ടാവുമായിരിക്കും. പക്ഷെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഒരു സിനിമയിൽ ഇത്രയും ആർട്ടിസ്റ്റുകളും ഇത്രയും സെറ്റപ്പ് ഒക്കെ ആയിട്ട് നമ്മളൊരു സിനിമ തുടങ്ങി കൃത്യസമയത്ത് തീരുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര അത്ഭുതമാണ്. എങ്ങനെയാണ് ഇത്രയും കാലമായിട്ട് ആ സിസ്റ്റം റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് എനിക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല. കാര്യം ഒരു മഴ വന്നാൽ മാറാവുന്ന സ്കെഡ്യൂൾസേ നമുക്കുള്ളൂ. ഒരു പനി വന്നാൽ അതിലെ ലീഡ് ആർട്ടിസ്റ്റിന് ഒരു പനി വന്നാൽ മാറാവുന്ന സ്കെഡ്യൂൾസേ നമുക്കുള്ളൂ. ഇതിന്റെയൊക്കെ ഇടയിൽ കൂടെയാണ് നമ്മളൊരു നൂൽപ്പാലത്തമ്മ കൂടെയാണ് നമ്മളിതിലേക്ക് കൊണ്ടുപോകുന്നത്. അതിന്റെ ഇടയ്ക്ക് ഡേറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാവാം. അപ്പോ സ്വാഭാവികമായിട്ട് 2 സിനിമകളിൽ നമ്മൾ ഒരേ സമയമല്ല, ഒരു സിനിമ തീർന്നിട്ട് അടുത്തേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇടയ്ക്കൊക്കെ ഇങ്ങനത്തെ ഡേറ്റിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ ആ സമയത്ത് ഞാനും ഇവരും തമ്മിൽ ഞങ്ങൾ ഫോൺ വിളിച്ചപ്പോ ഞങ്ങൾ സുഹൃത്തുക്കളാണ്. അപ്പൊ ഞങ്ങളാണ് ഇതിനെപ്പറ്റി എടാ ഞാനും ഇത് തീർക്കാണ്ടെങ്കിൽ വരാൻ പറ്റുമോ, നീ തീർന്നിട്ട് വരണം, ഇവിടെ ഞങ്ങൾ വെയിറ്റിംഗ് ആണെന്ന് പറഞ്ഞ് ഞങ്ങൾ ഭയങ്കര കഷ്ടമായിട്ട് ഞങ്ങൾ ശരിക്കും ലിറ്ററലി ഞങ്ങൾ തമ്മിൽ വഴക്കുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ആ വഴക്കുകളിലേക്ക് അവസാനത്തിൽ എന്ന് വെച്ചാല് ഞാൻ എന്നിട്ട് ഹെലികോപ്റ്റർ പിടിച്ചിട്ടാണ് ലൊക്കേഷനിൽ പോയത് സമയം വൈകാതിരിക്കാൻ വേണ്ടിട്ട്. അപ്പൊ അങ്ങനെ ഞാൻ ഇവിടെ കുമ്പളയിലെ നാരദന്റെ ഷൂട്ട് തീർന്ന് രാവിലെ ഒരു 7 മണി തൊട്ട് വൈകിട്ട് ഒരു 3 മണി വരെയൊക്കെ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് അവിടെ നിന്ന് ഞാൻ ഹെലികോപ്റ്ററും നേരത്തെ തലേദിവസമേ കുമ്പളയിൽ കൊണ്ടുവന്ന് നിർത്തി. നമ്മൾ ഷൂട്ട് തീർന്ന് ഞാൻ നേരെ ഓടുന്നു. ഞാനും എന്റെ ട്രെയിനറും എന്റെ മാനേജറും ഞങ്ങൾ 3 കൂടെ ഹെലികോപ്റ്റർ എടുത്ത് വരുന്നു. ഇപ്പൊ ഈ വരുന്ന സമയത്തൊക്കെ എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ തമ്മിൽ അങ്ങനെ അധികം വഴക്കുകളൊന്നും കൂടിയിട്ടില്ല. അപ്പൊ ഒരു വഴക്കൊന്നും കൂടിയിട്ട് ഞങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ഭയങ്കര ഒരു എന്താ പറയാ അങ്ങനെ ഒരു വൈബിലല്ല ഇരിക്കുന്നത്. ചെറിയൊരു ഉടക്ക് വൈബിലാണ് ഇരിക്കുന്നത്. അപ്പൊ എന്നാലും അടിസ്ഥാനപരമായിട്ട് ഞങ്ങൾ സുഹൃത്തുക്കൾ തന്നെയാണ്. ഇതൊരു ചെറിയൊരു ഇതേ ഉണ്ടായിട്ടുള്ളൂ. അപ്പൊ ഞാനൊന്ന് കാറിൽ ഫ്ലൈറ്റ് മറ്റേ നമ്മൾ ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ഇറങ്ങി കാറിൽ കയറിയിട്ട് ഇങ്ങനെ ലൊക്കേഷനിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ 40 ദിവസം അവിടെ അഭിനയിക്കേണ്ടതാണ്. അപ്പൊ അവിടെ ചെല്ലുമ്പോ അവന്റെ റിയാക്ഷൻ എന്തായിരിക്കും? ഇന്നലെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ സംസാരിച്ചിരിക്കണം. ഇനി അവിടെ ചെല്ലുമ്പോ അവനെങ്ങാനും എന്റെ അടുത്ത് എന്തെങ്കിലും അങ്ങനെ പറഞ്ഞ വല്ലതും റോങ് ആയിട്ട് പറഞ്ഞാൽ തിരിഞ്ഞ് ഞാനും വിടുവൊന്നുമില്ല, ഞാനും അങ്ങനെ തന്നെ പറയും എന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഞാൻ കാറിൽ വന്നോണ്ടിരിക്കുന്നത്. കാറിൽ അങ്ങനെ വന്ന് ഞാൻ നോക്കുമ്പോഴുണ്ട് ഇങ്ങനെ എങ്ങനെ ഐസ് ബ്രേക്ക് ചെയ്യണമെന്ന് എനിക്ക് ഭയങ്കര ആയിട്ട് ഞാൻ ആലോചിച്ചിരുന്നു. പക്ഷെ എനിക്കൊരു ഐഡിയയും കിട്ടുന്നില്ല. കറക്റ്റ് ഞാനിങ്ങനെ വന്ന് കയറുന്ന സമയത്ത് ഇവൻ എന്റെയും കാത്ത് എന്റെ കാരവാന്റെ ഡോറിന്റെ സൈഡിൽ ഇങ്ങനെ നിൽപ്പുണ്ട്, കാത്ത് നിൽപ്പുണ്ട്. അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര പാവം തോന്നി. അപ്പൊ ഞാൻ പിന്നെ ഇതെങ്ങനെയാണ് ഐസ് ബ്രേക്ക് ചെയ്യണം? കാര്യം ഞങ്ങൾക്ക് ഇനിയും ഞങ്ങൾ ഒരുമിച്ചിട്ടുള്ള സമയത്ത് മുഴുവൻ ഞങ്ങൾ ഭയങ്കര ഫണ്ണാണ്. അപ്പൊ അങ്ങനെ ഫണ്ണിലാണ് ഈ സിനിമ പൊക്കോണ്ടിരിക്കേണ്ടത്. അപ്പൊ പെട്ടെന്ന് എനിക്ക് തോന്നിയ ഐഡിയ ആണ്. അപ്പൊ വണ്ടി ഓടിച്ചോണ്ടിരുന്ന ഫ്രാൻസ് ആയിട്ടെന്നുകൊണ്ട് നമ്മൾ വണ്ടി ഓടിച്ചോണ്ട് ചേരണം. അപ്പൊ ഞാൻ പെട്ടെന്ന് ഈ അവനവിടെ നിൽക്കുന്നത് കണ്ടു. അപ്പൊ ഞാൻ ഈ ചില്ല് താത്തിട്ട് തല പുറത്തിട്ടിട്ട് ഫ്രാൻസ് ആയിട്ട് എടുത്തു, ഫ്രാൻസ് ചേട്ടാ ഇടിച്ചവന്റെ നെഞ്ചത്തോട്ട് ആയിട്ട് എന്ന് പറഞ്ഞ് അതിലൊരു ചിരി പൊട്ടി. അപ്പൊ ഞാൻ ഇറങ്ങി, അവനും ചിരിച്ചു, ഞാനും ചിരിച്ചു. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. കാര്യം അത്രേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ അങ്ങനെ ഒരു ഐസ് ബ്രേക്കിംഗ് നടന്ന കാരണം കൊണ്ടാണ് ആ സമയത്ത് അങ്ങനെ പറയാൻ തോന്നിയത് കാരണം കൊണ്ട് അവിടെ ഒരു ചിരി പൊട്ടി. ടോവിനോന്റെ ക്യാരക്ടറിനെയും പറയുമ്പോൾ അത് ബേസിലിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? ബേസിലിന്റെ ക്യാരക്ടറിനെയും പറയുമ്പോൾ ടോവിനോക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്ന് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. ഓക്കെ, ബേസിലേക്കാണ് ആദ്യം പോകുന്നത്. എന്റെ ക്യാരക്ടറിനെയും തന്നെ എനിക്ക് ചിലപ്പോൾ ഓർമ്മ ഉണ്ടായിരുന്നില്ല. ഓക്കെ, ടോവിനോന്റെ ഒരു ക്യാരക്ടർ നെയിമാണ് ജോൺ മാത്യു. ഓർമ്മയുണ്ടോ എവിടെയെങ്കിലും ജോൺ മാത്യു? ജോൺ മാത്യു
മറ്റേ ജോൺ മാത്യു അല്ലേ? ജോൺ മാത്യു പോരട്ടെ, നമ്മൾ അഭിനയിച്ച പടമാണ്, നാളെ എടുത്തല്ലേ നമ്മളിവിടെ അഭിനയിച്ചിട്ടുണ്ടാവുന്നത്. ജോൺ മാത്യു. അതൊരു ട്വിസ്റ്റഡ് ക്വസ്റ്റൻ ആണ് ശരിക്കും പറഞ്ഞു. അടുത്ത ക്യാരക്ടർ പറയട്ടെ. ടോവിനോ എന്ന് പറയുന്ന പേരിൽ തന്നെ ഒരു സിനിമയിൽ വന്നിട്ടുണ്ട്, അറിയാം ഏത് സിനിമയാണ്? ടൊവിനോ എന്നുള്ള പേര് തന്നെയോ? അഭിനയിക്കാൻ വിളിച്ചത് പറയല്ലേ കുമാരി? അത് കണ്ടിട്ടാണോ നീ എന്നെ ഗോവയിൽ അഭിനയിക്കാൻ വിളിച്ചത്? ഓ മറ്റേ ഇതാ നമ്മുടെ ആടാ അത്, എടാ നമ്മളെ രൂപേഷ് ചേട്ടന്റെ പടം. രൂപേഷ് ചേട്ടന്റെ പടം ഏതാ? എടാ നമ്മുടെ രൂപേഷ് ചേട്ടന്റെ പടം, രൂപേഷ് പേരാ കിട്ടിയില്ല. അതന്നെ. തരുൺ 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 കൂതറ കൊണ്ടോ എന്നൊക്കെ എനിക്ക് ഡൗട്ട് ഉണ്ട്. ഓക്കെ, നമ്മള് ബെഞ്ചിന്റെ ക്യാരക്ടർ പറയട്ടെ. കുഞ്ഞാമി എന്ന് പറയുന്നൊരു ക്യാരക്ടർ എന്റെ അമ്മയുടെ ഭയങ്കര എല്ലാവരും ഇഷ്ടപ്പെട്ട മനോഹരം. അല്ല ശേഷം നമ്മുടെ ഇത് അയ്യോ നമ്മുടെ അയ്യോ കെട്ടിയോളന്റെ മാലാക. പെട്ടെന്ന് വായിലിങ്ങനെ വരുന്നില്ല. അടുത്ത ഈ പറയുന്ന പോലെ ബേസില് ഭയങ്കര ഒരു ബ്രേക്ക് നൽകിയ മൂവിയാണ്, ഒരു വേറെ ഷെയ്ഡ് നൽകിയ മൂവിയാണ് ഫാദർ കെവിൻ. അത് ജോജി. യെസ്. പിന്നെ അടുത്തത് ജിനി ജോസഫ് എന്ന് പറയുന്ന റോൾ ചെയ്തിട്ടുണ്ട് ബേസില്. ജിനി ജോസഫ് ബേസിന് കൂടെ അറിയില്ലെന്ന് തോന്നുന്നു. എനിക്കറിയാം. ഇവൻ പറയുന്നതാണ്, ഇവൻ പറഞ്ഞില്ലെങ്കിൽ ഞാൻ ഇടിയും. ഓപ്ഷൻ തരാമോ? മായനദിയാണോ? മായനദി ഇനി ഒരു കാര്യം ഇതിന്റെ ഇടയ്ക്ക് നമ്മള് നടനെ കണ്ടിട്ടുണ്ട്, ബേസിലെ സംവിധായകനെ കണ്ടിട്ടുണ്ട്, ഇതിന്റെ ഇടയ്ക്കൂടെ നമ്മളൊരു ഗായനെ കണ്ടു കഴിഞ്ഞ ദിവസം സോഷ്യൽ മീഡിയയില്. പതിച്ചുപോയതിന്റെ പാല് എന്ന് പറയുന്ന പോലെ നമ്മളെല്ലാവരും പതിച്ചുപോയി. എങ്ങനെയാണ് ആ പാട്ട് സംഭവിച്ചത്? എങ്ങനെയാണ് അതിന്റെ പിന്നിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്റ്റോറി എന്താണ്? ഭയങ്കര എന്താ പറയാ, ഒന്നാമത്തെ കാര്യം ബേസിലിന് അത്യാവശ്യം നല്ല മ്യൂസിക് സെൻസ് ഉണ്ട്. രണ്ടാമതെന്ന് വെച്ചാൽ ഇവന് അങ്ങനെ പ്രത്യേകിച്ച് ഇൻഹിബിഷൻസോ ചമ്മലുകളോ ഒന്നുമില്ല. ഇവനെ പറ്റി നിങ്ങൾക്കൊന്നും അറിയാൻ പാടില്ല. ശരിക്കും പറഞ്ഞ ഭയങ്കര തൊലിക്കെട്ടിയുള്ളവനാണ് ഇവൻ. ഈ പാവം പോലെ ചമ്മുന്ന പോലെ ഇവൻ എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ അത് അഭിനയമാണ്. ഇവനങ്ങനെ ചമ്മുന്ന ആളൊന്നുമല്ല. ആ ഒരു പാട്ട് ജസ്റ്റ് ഒരു 2 ലൈൻസ് ചമ്മലില്ലാത്ത ആളല്ലേ? ചമ്മലില്ലാതെ ആ പാട്ടൊന്ന് പാടാൻ പറ്റുമോ? ആ പാട്ട് പാടില്ല, വേറെ മറ്റേ പാട്ട് പാടാം. ഗ്രാമമേ തീ മിന്നൽ തിളങ്ങി കാറ്റും കോളും തുടങ്ങി നാടിനാകെ കാവലാകും വീരൻ മണ്ണിൽ ഇറങ്ങി കൺമുന്നിൽ പറന്നേ കാക്കിയും കാക്ക കൂരുന്നായി കൂട്ടമോടെ കേട്ടു നിന്ന് ഡിഷും മഞ്ചാടിക്കാട്ടിനുള്ളിൽ പണ്ടൊരു നാളിൽ എത്തി ഭീമൻ ഭീകരൻ ടോട്ടോ പൊട്ടും തോക്കിൽ വന്ന് പാവം മിണ്ട പ്രാണികൾ വന്നാരൊരാൾ മായാവിയായി ഡിഷ്കും പൂശിയെ വൻ പേരാലിന്റെ കൊമ്പിലായി ഊഞ്ഞാലാക്കിയെ ഈ ഭൂമി കുലുങ്ങി നടുങ്ങി കറങ്ങിയിടുന്നു ചുറ്റും ചിറകിൽ ഇരുട്ടിൽ മിനുങ്ങും മിന്നാമിന്നുകൾ ആവേശം ഇരമ്പി തുളുമ്പി നുറുങ്ങിയിടുന്നു എല്ലിൽ പലതും തമ്പുരാനും കൊമ്പനാനും ഓടിത്തള്ളിയോ. ഈ എന്റർടൈൻമെന്റ് ആയിരിക്കും അല്ലേ നമ്മളെ ലൊക്കേഷനിലും നമ്മൾ പൊതുവെ കാണുക. ഞങ്ങൾ കഴിഞ്ഞ ഒരു പടം ചെയ്തായിരുന്നു ഞങ്ങള്. നമ്മുടെ ഒരു ബാംഗ്ലൂർ ഞങ്ങൾ ഒരുമിച്ച് അഭിനയിച്ചൊരു പടം ഉണ്ടായിരുന്നു. അവിടെ എന്ന് വെച്ചാല് നമ്മൾ പൊട്ടിച്ചിരിക്കുന്ന ഒരു സീനാണ്, എല്ലാരും കൂടെ പൊട്ടിച്ചിരിക്കുന്ന ഒരു സീനാണെങ്കിൽ അവിടെ ബേസിൽ വേണം. അതായത് പൊട്ടിച്ചിരി അഭിനയിക്കാൻ വരെ ബേസിൽ വേണം. ബേസിൽ കീ കൊടുക്കുന്ന പോലെ ബേസിൽ എന്തെങ്കിലും തമാശ പറയണം, നല്ല ഒരുമിച്ചൊരു പൊട്ടിച്ചിരി വരുള്ളൂ. ഇത് കഴിഞ്ഞ് വൈകിട്ട് റൂമിലെത്തി കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും കൂടെ ഒരുമിച്ചിരിക്കുന്ന സമയത്ത് ബേസിലിനെ കൊണ്ടുപോയി എവിടെയെങ്കിലും പ്രതിഷ്ഠിച്ചിട്ട് അവൻ പാട്ട് പാടും, അവൻ ഡാൻസ് കളിക്കും, അവൻ തമാശ പറയും, അവൻ തലകുത്തിയേക്കും, അവൻ എന്ത് വെള്ളം ചെയ്യും. അവൻ എന്റർടൈൻമെന്റ്. TV ഒന്നും വെച്ചിട്ടേ ഇല്ല ഞങ്ങള്. ടിവിക്ക് ബേസിൽ. ശരിക്കും ഭയങ്കര ആരാധകരുണ്ട്. നമ്മളുടെ യൂട്യൂബ് തുറന്നു നോക്കി കഴിഞ്ഞാൽ ഒരുപാട് കമന്റാണ് ബേസിൽ ചിരി
ഇത് കണ്ടിട്ടാണ് നമ്മളുടെ ഗേൾ ഫ്രണ്ട് വീണത് ഭയങ്കര ആരാധകനായി എന്നൊക്കെ പറഞ്ഞ വേറൊരു റൂമറുണ്ട്, അതറിയോ? ആ കേക്കണം. ഇന്ന് വേറൊരു ന്യൂസ് കൂടെ വന്നിട്ടുണ്ട്. അതായത് അവഞ്ചേഴ്സിന്റെ മ്യൂസിക് ഡയറക്ടർ നമ്മളുടെ ട്രെയിലർ ഷെയർ ചെയ്തു. അലൻ സിൽവസ്റ്റർ. അതങ്ങനെ കുറച്ച് ഹോളിവുഡ് ബന്ധങ്ങൾ യുനോ എവിടെ നിന്നാണെന്ന് അറിയില്ല. പുള്ളി എങ്ങനെയോ അത് തപ്പിയെടുത്ത് ഷെയർ ചെയ്തിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഞങ്ങൾക്ക് ഇതുവരെയും പിടികിട്ടിയിട്ടില്ല. എപ്പോഴെങ്കിലും പുള്ളിയെ ഞങ്ങള് എങ്ങനെയെങ്കിലും, ഞാൻ മെസ്സേജ് ഒക്കെ അയച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പ്രൊഡ്യൂസറുടെ മോനായിട്ടുള്ള കെവിൻ മെസ്സേജ് അയച്ചിട്ടുണ്ട്. വൈ സാർ ഹൗ ഡിഡ് യു ഫൈൻഡ് ദിസ് ട്രെയിലർ എന്ന് പറയുന്നത്. ഞങ്ങൾക്ക് ഒരു ഐഡിയ ഇല്ല ഇത് എങ്ങനെ ഞങ്ങൾ പറഞ്ഞിട്ട് എങ്ങനെയാ പുള്ളി എന്നാ പിന്നെ ഞങ്ങൾക്ക് പുള്ളിനെ കൊണ്ട് മ്യൂസിക് ചോദിച്ചാൽ അത് തന്നെ മ്യൂസിക് കൊണ്ട് അറിഞ്ഞൂടെ എങ്ങനെയാ വന്നതെന്ന് അറിഞ്ഞൂടാ. പുള്ളിയുടെ പ്രൊഫൈല് ഞങ്ങൾ ഇപ്പോഴാണ് ഇത് എവിടെ നിന്നാണെന്നൊക്കെ ഇവന്റെ പ്രൊഫൈൽ, ടൊവിയുടെ പ്രൊഫൈൽ എന്നൊക്കെ എടുത്ത് ഷെയർ ചെയ്തിരിക്കുന്നത്. ഏത് വഴിയാ വന്നത് ഒരു ഐഡിയ ഇല്ല. റിലീസിന് മുന്നേ ഒരുപാട് ഹൈപ്പ് കിട്ടിയ മൂവിയാണ്. നമ്മളുടെ എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്യുന്ന പോലെ നമ്മളൊക്കെ ഒരുപാട് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുന്ന പോലെ തന്നെ ഈ സിനിമ വലിയൊരു വിജയമാവട്ടെ. നമ്മൾ കാണാൻ പോകുന്ന, മലയാളികൾ കാണാൻ പോകുന്ന ആദ്യത്തെ ഒരു സൂപ്പർ ഹീറോ മൂവി, അത് അത്രയും നല്ല എക്സ്പെക്ടേഷൻ ഉണ്ട്. ആ എക്സ്പെക്ടേഷൻ ഒക്കെ മീറ്റ് ചെയ്യുന്ന മൂവി ആയിരിക്കട്ടെ. എല്ലാവരും ആശംസകളും നേരുകയാണെങ്കിൽ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നമ്മളോട് ഇത്രയും കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നത് താങ്ക് യു സോ മച്ച്. അപ്പോ നമുക്ക് ഇനി കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു. ബൈ ഗദാഫി. ബൈ.